നമ്മൾ നിസ്സഹായരാണ്. മനുഷ്യൻ അങ്ങേയറ്റം നിസ്സഹായരാണ് എന്നുള്ള അവസ്ഥയല്ല നാളെ ഉണ്ടാവുക. അതുകൊണ്ട് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട്, പ്രസ്ഥാന ബന്ധുക്കളോട് പറയാനുള്ളത്, ഉള്ള ആയുസ് നമ്മൾ ഇതിനു വേണ്ടി നീക്കി വെക്കണമെന്ന്, ഈ ദീനിന് വേണ്ടി നീക്കി വെക്കണം. ഈ ലോകത്ത് നമ്മൾ വന്നത് അതിനു വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോൾ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള നമ്മുടെ പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തമാശയായിട്ടാണെങ്കിലും പറഞ്ഞു, ഞാനൊക്കെ വയസ്സനായി, ഇനി എനിക്കൊന്നും നിങ്ങൾ കൂടുതൽ ജോലി തരരുത്, എന്നെ ഉള്ള സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി തരണം, ഞാനൊക്കെ ഒന്ന് വിശ്രമിക്കട്ടെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വയസ്സ് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന PN ആകട്ടെ, പറപ്പൂർ മൗലവി ആകട്ടെ, മറ്റുള്ള നമ്മളെ പണ്ഡിതന്മാരാകട്ടെ, അവർക്ക് നിങ്ങളെക്കാളും പ്രായമുണ്ട്. അവർ രാത്രി നമ്മുടെ ഓഫീസിൽ നിന്ന് ഇപ്പോഴും പോകാറുള്ളത് 12 മണിക്കും 1 മണിക്കുമാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കുമാണ് യാത്ര ചെയ്യുന്നത്. അതിന് ടിക്കറ്റ് ഉണ്ടോ, ബസ്സിലാണോ, എവിടെയാണോ എന്നും കൂടി തീരുമാനിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ, അല്ല ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, സോറി എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പറഞ്ഞു. ഇവിടെ എല്ലാ പ്രായക്കാരും ഉണ്ട്. ഞാൻ പറയുന്നത്, നേരത്തെ ഫൈസൽ മൗലവിയോട് സൂചിപ്പിച്ചല്ലോ, നമുക്ക് ഇനി ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ ഓരോന്നും നമുക്ക് പൂർത്തിയാക്കണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും എനർജിയും നമ്മുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് നമ്മൾ ദീനിന് വേണ്ടി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. നമുക്ക് ഇത് കൊടുക്കണം എന്ന് പറയുമ്പോൾ പണം എന്ന് നിങ്ങൾ ആരും ഓർമ്മക്കണ്ട. പണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവ്, നമുക്ക് പടച്ചോൻ തന്ന എന്തൊരു ഞഴമത്താണോ ഉള്ളത്, ആ ഞഴമത്ത് ഈ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണമെന്നാണ് ഞാൻ പറയുന്നത്. അൽഹംദുലില്ലാഹ്, ഈ കൂട്ടായ്മയിലെ ഒരാൾ പോലും അടങ്ങി നിൽക്കുന്ന സ്വഭാവമില്ല, നിരന്തരമായി പ്രവർത്തനത്തിലാണ്. ആ പ്രവർത്തനം നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളെല്ലാവരും ആഞ്ഞു പിടിച്ചാൽ മാത്രമേ കഴിയുള്ളൂ.